നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോയും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറിയത് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്നേ. ഒടുവില് സുഭാഷിനെ കാണാനായിട്ട് പെൺവീട്ടിൽ നിന്ന് ആൾക്കാർ വരുവാണ്. അങ്ങനെ അവര് വരണ സമയത്ത് വല്ലാത്തൊരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു. നിധിക്ക് സുധീഷിനും ഒക്കെ എങ്ങാനും കള്ളത്തരം പുറത്തു വരുവോ, ഒരു പക്ഷെ അവരെങ്ങാനും പറയുവോ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഭാഷ് ഏട്ടൻ മാറി താമസിക്കുന്നതിനെ കുറിച്ച്. സുഭാഷിന് അതറിയില്ലല്ലോ. അതെങ്ങാനും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു, കല്യാണം നടക്കില്ല. സുഭാഷ് ഏട്ടൻ സമ്മതിക്കാനും പോകുന്നില്ല. അതിൻ്റെതായ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതങ്ങനെ ഒരിക്കലും പറയില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവർ നിൽക്കുന്നേ. അങ്ങനെ അവര് കയറി വന്ന് അവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് കയറ്റിയിരുത്തി. ഈ സമയത്ത് ബ്രോക്കർ പറഞ്ഞു, എന്താണെങ്കിലും സുഭാഷും കവിതയും തമ്മിലുള്ള കല്യാണം നടക്കണം, അതാണ് ദൈവ നിശ്ചയം. അതുകൊണ്ടല്ലേ ഈ കല്യാണം ഒന്നും മാറിപ്പോയിട്ടും വീണ്ടും അത് തന്നെ വന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കവിതയുടെ അച്ഛൻ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്കും തോന്നി. ഞങ്ങൾ കവിതയ്ക്ക് അതിനുശേഷം കുറെ ആലോചനകൾ കൊണ്ടുവന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. ചിലപ്പം സുഭാഷുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഓരോന്നിങ്ങനെ മാറ്റി വിട്ടോണ്ടിരുന്നേ. ഭാസ്കരൻ പറഞ്ഞു, ഇവനും കുറെ ആലോചനയൊക്കെ വന്നാ, പക്ഷെ ഇവന്റെ ഒന്നും സെറ്റായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ സമയത്ത് നിധി സുധീഷിനോട് ചോദിച്ചു, എങ്ങാനും സത്യങ്ങൾ വിളിച്ചു പറയോ? ഇല്ലാന്ന് പറഞ്ഞു. പറഞ്ഞു തീരുവല്ല. അപ്പോഴേക്കും പെണ്ണിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല അപ്പൊ ഞങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണോന്ന് ചോദിച്ചു. സുഭാഷ് ചോദിച്ചു, എന്ത് കണ്ടീഷൻ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് ചാടിക്കറി പറഞ്ഞു, അതോ ഈ കല്യാണം നടത്തുന്നതിനെ കുറിച്ചൊക്കെ, എവിടെ വെച്ച് നടത്തണം, എങ്ങനെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പെണ്ണിന് എന്ത് വെള്ളം നിങ്ങൾ കൊടുത്തോ, ഞങ്ങളൊന്നും ചോദിക്കുന്നൊന്നുമില്ല. സ്വർണ്ണോ പണോ എന്ത് വെള്ളം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഞങ്ങളുടെ മോളല്ലേ, അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തുവിടും. അതിപ്പം നിങ്ങൾ ചോദിച്ചാൽ ശരി, ഇല്ലെങ്കിൽ ശരിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് സുധീഷിനും നിധിക്കും ഒരു സമാധാനമായത്. എങ്ങാനും ഡിമാൻഡിനെ കുറിച്ച് ചോദിച്ചായിരുന്നെ പെട്ടുപോയേനം. അവരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി കല്യാണം ഇവിടം കൊണ്ട് മുടങ്ങിയേന. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അല്ല കല്യാണ തീയതി എടുക്കണ്ടെന്ന് ചോദിച്ചു. അതെ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനാണ് ഞങ്ങൾ തീരുമാനം. പറ്റുമെങ്കിൽ ഈ അടുത്ത മാസം തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം നിധി എന്ത് ചെയ്തു, പോയി അടുക്കളയിൽ പോയി സ്വീറ്റ്സും അതുപോലെ ചായ എല്ലാം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ അതൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഭാസ്കരൻ പോയി കലണ്ടർ എടുത്തുകൊണ്ട് വന്നു. കവിതയുടെ അച്ഛൻ്റെയിലേക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീയതി പറഞ്ഞോളാൻ പറയണം, നാളെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് നല്ല തീയതി വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം 15-ാം തീയതി നല്ലൊരു തീയതിയാണ്. നിശ്ചയവും അതുപോലെ തന്നെ കല്യാണമൊക്കെ അടുത്തടുത്ത തീയതികൾ നടത്താം. അതാകുമ്പോൾ പിന്നെ ബന്ധുക്കാർക്കൊക്കെ വന്നു പോകാനായിട്ട് എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അല്ല അതിങ്ങ് അടുത്തില്ലേ, അതിനി അധികം ദിവസമില്ലല്ലോ. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതിനെന്താ, അടുത്ത തീയതിയാണെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീയതിയൊക്കെ ഫിക്സ് ചെയ്ത എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് ഇറങ്ങുവാണ്. അപ്പോഴാണ് ശരിക്കും ശ്വാസം വീണേ സുധീഷിനും നിധിക്കുമൊക്കെ. ഇത്ര വരെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് പോയി, അവർ കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞില്ല, അതുകൊണ്ട് ഭാഗ്യം, അല്ലായിരുന്നു ഇതോടുകൂടി തീർന്നേനം. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നികേഷ് സുധീഷിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്ക് സുധീഷിനല്ല സുഭാഷിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്ക് സുഭാഷിച്ചു, എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നികേഷ് കരയുവാണ്. നികേഷിന് ടെൻഷനായി. 1 മാസത്തോടെ കഴിഞ്ഞാൽ സുഭാഷേട്ടൻ ഇവിടുന്ന് വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരും. കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിമാൻഡാണല്ലോ. സുഭാഷിന് മാത്രം അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. അപ്പൊ പിന്നെ സുഭാഷിന് മാറാതിരിക്കാൻ പറ്റില്ലല്ലോ. അവര് ഈ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷിനോട്, നിനക്ക് എന്ത് പറ്റിയിടാ, 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. സുധീഷ് പെട്ടെന്ന് കയറി പറഞ്ഞു, അതെ സുഭാഷ് എന്റെ കല്യാണം അല്ലേ, അപ്പൊ കല്യാണത്തിന് സന്തോഷമാന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അതെ സുഭാഷിന് ഇത്രയും കാലം നല്ലൊരു ആലോചനയൊന്നും വന്നില്ലല്ലോ, കല്യാണം നടക്കാതിരിക്കുമായിരുന്നല്ലോ, ഇപ്പൊ കല്യാണം നടക്കാൻ പോലെ, അപ്പൊ അതിന്റെ സന്തോഷത്തിലാന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഹരീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് നികേഷിനെ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, എന്തിനാ വിഷമിക്കുന്നേ, സങ്കടപ്പെടാതിരിക്കുക, കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെയല്ലേ, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. അത് ശരിയാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നികേഷ്. എന്നാലും നികേഷിന് നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കല്യാണം നടന്നു കഴിഞ്ഞാലോ തൽക്കാലത്തേക്ക് നികേഷ് ഒന്നും മിണ്ടാതെ എങ്ങോട്ടേക്ക് പോകണം. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ സുധീഷിനൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി നികേഷ് കുളവാക്കുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നീട് സുഭാഷ് സുധീഷിനോട് എല്ലാവരുമായിട്ട് പറഞ്ഞു, ഇത്ര പെട്ടെന്ന് കല്യാണം വേണ്ടായിരുന്നു പറഞ്ഞു. അതെന്താ, എടാ ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള പൈസയും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല, ഉള്ള പൈസ സുധീഷിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തില്ലേ, എൻ്റെ ഈ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഇത്ര ഇടപടിയെന്ന് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാല് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. കാരണം ഈ കല്യാണം നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തറിയുക തന്നെ ചെയ്യും. പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, സുഭാഷിയുടെ കല്യാണത്തിന്
ഞാൻ പൈസ മുടക്കോളാന്ന് പറഞ്ഞു. നീ പൈസ മുടക്കാനോ എന്ന് ഹരീഷ് ചോദിച്ചു. അതെ, എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ സുഭാഷയുടെ കല്യാണത്തിന് വേണ്ടി മുടക്കൂന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, കൊള്ളാം, നികേഷ് ചിരിക്കുകയാണ്. ഇന്ന് വരെ വീട്ടിലേക്ക് 5 രൂപ പോലും മുടക്കാത്ത സുധീഷേട്ടനാണ് കല്യാണത്തിന് വേണ്ടി പൈസ മുടക്കുന്ന. നല്ല കഥയെ. ഈ സമയം നിധി ഒന്ന് നോക്കി. അപ്പോഴേക്കും സുധീഷ് നല്ല നാണക്കടെ. സുധീഷിനെ എത്രയ്ക്കെന്നെ കളിയാക്കൊന്നും വേണ്ട. എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി, ഈ കല്യാണം ഞാൻ ഗംഭീരമായിട്ട് നടത്തും. സുഭാഷേട്ടൻ വിഷമിക്കണ്ട. അത് നിശ്ചയിച്ചുറപ്പിച്ച തീയതി തന്നെ ഈ കല്യാണം നടത്താനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട് എന്ന് സുധീഷ് തറപ്പിച്ച് പറയാണ്. പിന്നീട് നിധിയെ അങ്ങ് നോക്കി. ഇവൾക്ക് തന്നെയുള്ളൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ. ഇവിടെയൊക്കെയാണ് താന് കുറച്ചുകൂടെ വലിയ ഇത് കാണിക്കേണ്ട. കാരണം താൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ തന്നോട് ഇത്തിരി സ്നേഹം തോന്നിയാലോ എന്നൊരു ചിന്തയായിരുന്നു സുധീഷിന്റെ മനസ്സിൽ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഇതേ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, ഇത് കല്യാണമാണ്, നിന്റെ കുട്ടികളെയൊന്നും അല്ലാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സുധീഷ് ഫോണിനകത്തൊരു വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്നു. നികേഷിനോട് പറഞ്ഞു, എടാ നോക്കടാ, ഇങ്ങ് നോക്ക്, എത്ര മില്യൺ ആൾക്കാരെ ഈ വീഡിയോ കണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. സുധീഷാണ് ഇത് മാത്രം പണിയുള്ളതെന്നും പറഞ്ഞിട്ട് നികേഷ് അവിടെ മാറിയിരിക്കുകയാണ്. ആ സമയത്താണ് ഹരീഷ് അങ്ങോട്ട് വരുന്നത്. ഹരീഷ് വന്നിട്ട് പറഞ്ഞു, എടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പോടാ, ഞാൻ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ. എടാ ഞാൻ എനിക്ക് സീരിയസ് ആയിട്ടാ സംസാരിക്കാനുള്ളേ. നീ പറഞ്ഞോളാൻ പറഞ്ഞു. എടാ ഫോൺ കണ്ടോണ്ടിരിക്കുമ്പോ എങ്ങനെ ഞാൻ സംസാരിക്കുന്നേ, നീ ആ ഫോൺ ഒന്ന് മാറ്റി വെക്കാമെന്ന് ചോദിച്ചു. നാശം പിടിക്കാനായിട്ട് ഒരു റീലും കാണാൻ സമ്മതിക്കില്ല, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് എന്താ അത്, എപ്പോ നോക്കിയാലും ഇത് തന്നെ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ട്, നിനക്കെന്താ തലയിലേക്ക് കയറത്തില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടോട്ട് ഒന്നും രണ്ടും പറയണം. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധിയെ കണ്ടതിന് രണ്ടുപേരും സംസാരം നിർത്തി. നിധി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് സുധീഷ് ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് സുഭാഷിയുടെ കല്യാണത്തെക്കുറിച്ചാ. സുഭാഷിയുടെ കല്യാണത്തെക്കുറിച്ചോ? അത് തീയതിയൊക്കെ നിശ്ചയിച്ചല്ലോ. അതല്ല, നീ സുഭാഷിയുടെ കല്യാണത്തിന് പൈസ മൊത്തം മുടക്കോളാന്ന് പറഞ്ഞല്ലോ. അല്ല, എവിടുന്നാ നിനക്ക് പൈസ എന്നൊക്കെ ചോദിക്കണം. പൈസ മുടക്കോളാന്ന് പറഞ്ഞു. എപ്പം, എവിടുന്ന്, ഞാൻ പറഞ്ഞെന്നോ? ദേ വെറുതെ അഭ്യാസം കാണിക്കരുത്, ഇനി കല്യാണത്തിന് അതേ ദിവസം ഇല്ലെന്ന് പറഞ്ഞു. എടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷിനോട് ഹരീഷ് പറഞ്ഞു, എടാ കണ്ടില്ലേ ഇവന് കാലുവാരിത്തരം കാണിക്കുന്നേ, ഇവൻ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, എന്റെ സുധീഷേട്ടൻ പറഞ്ഞതാ സുഭാഷേട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പണം മൊത്തം മുടക്കോളാന്ന്. മുമ്പേ പറഞ്ഞല്ലേ ഉള്ളൂ, ഇത്ര ഇടന്ന് മറന്നുപോയോ? സുധീഷേന്റെ കല്യാണത്തിന് വേണ്ടി പണം മൊത്തം സുഭാഷേട്ടനല്ലേ മുടക്കിയത്, അപ്പൊ സുഭാഷേന്റെ കല്യാണത്തിലുള്ള പണം ഞാൻ മുടക്കാളെന്ന് പറഞ്ഞ, എന്നിട്ട് ഇപ്പൊ അത് എങ്ങനെ പറയണെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, എടാ ഞാൻ വല്ല പണം അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പറ. അത് കേട്ടപ്പോ സുധീഷ് പറഞ്ഞു, കല്യാണത്തിന് ഇനി ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എടാ നീ വെറുതെ ഒരുമാതിരി വർത്താനം പറയരുത്, ഇങ്ങ് പെട്ടെന്ന് വരും കല്യാണം. ആ സമയത്ത് മുകളിലേക്ക് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, പൈസ അറേഞ്ച് ചെയ്യേണ്ട കാര്യത്തിന് അറേഞ്ച് ചെയ്യണം. അതാ പറഞ്ഞേ, എനിക്കൊരു ചിട്ടിയുണ്ട്, അത് പിടിക്കാം, പിന്നെ ആരുടെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടെ ഞാൻ ഒപ്പിക്കാം. നീ എത്ര രൂപ ഉണ്ടാക്കുമെന്ന് പറ, അതനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാനെവിടെ നിന്ന് ഉണ്ടാക്കാനാ, എന്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പൈസ ഇല്ലാന്നോ? പിന്നെ എന്റെ 10ന്റെ പൈസ ഇല്ല. നിനക്ക് നിന്റെ മുതലാളിയോട് ചോദിച്ച പൈസ കിട്ടുമായിരിക്കും, പക്ഷേ എന്റെ മുതലാളിയോട് ചോദിച്ച പൈസയൊന്നും കിട്ടത്തില്ല. അങ്ങേരുടെ കയ്യേക്കാലെ വീണ ഈ ജോലി രണ്ടാമതെയാണ് സംഘടിപ്പിച്ചേ. ഞാൻ പിന്നെ എവിടെ പോയോ ഉണ്ടാക്കാനാന്ന് പറഞ്ഞു. എടാ അപ്പൊ നീയല്ലേടാ പറഞ്ഞേ, നിന്റെ പൈസ ഉണ്ട്, ലക്ഷങ്ങൾ വേണം, നീ ഉണ്ടാക്കിക്കോളാം, കല്യാണം നടത്താന്ന്. അത് നിധിയെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം തള്ളി മറിച്ചതാണ് അവനങ്ങോട്ട്. ഹരീഷിന് സങ്കടവും ദേഷ്യം വന്നു. സഹിക്കാൻ പറ്റുമോ? എല്ലാം ഏറ്റിട്ട് ഒടുവിൽ കാല് വരുന്ന പണിയല്ല കാണിക്കണേ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞു, പക്ഷെ എല്ലാത്തിനും എല്ലാം നോക്കി നടത്താന്ന് വെച്ചോണ്ട് പണം മുടക്കണമെന്ന് ഒരു നിർബന്ധമില്ല, എന്റെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം മുടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ഹരീഷിന് ദേഷ്യവും സങ്കടം വന്നു. നീ പിന്നെ എന്ത് തരവാടാ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് അപ്പോഴേ പറയണം. ഇതൊരുമാതിരി പരിപാടിയപ്പേ, നിന്റെ കല്യാണത്തിന് വേണ്ടി അല്ലടാ സുഭാഷയുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തം മുടക്കിയത്. നിന്റെ കല്യാണം ആർഭാടമായിട്ട് നടത്തിയില്ലേ, അതിനെ സുഭാഷയുടെ കല്യാണം നടത്താൻ അധികം പൈസയൊന്നും വേണ്ട, ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ തോതിൽ താലികെട്ട് നടത്തിയാൽ മതി, അതോടുകൂടി പ്രശ്നം തീർന്നു, അതിനുള്ള പൈസയൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷിന് ദേഷ്യം വന്നു. ഓഹോ, അപ്പൊ നിന്റെ കല്യാണം അതിഗംഭീരമായിട്ട് നീ അങ്ങ് സുഭാഷയുടെ നടത്തി, എന്നിട്ട് സുഭാഷയുടെ കല്യാണം ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് നടത്തട്ടേന്ന്, നീ ആളെ കൊള്ളാലോടാന്ന് പറഞ്ഞു. നാണം ഉണ്ടോ നിനക്ക് ഇങ്ങനെ പറയാനെന്ന് ഹരീഷ് സുധീഷിനോട് ചോദിക്കണം. ഒന്നും രണ്ടും പറഞ്ഞ അടിയായി, പൊരിഞ്ഞ അടി അവിടെ കിടന്ന് നികേഷ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, നടന്നില്ല. ഇവിടെ സുഭാഷ് വന്നിട്ട്, എന്താടാ നീയൊക്കെ എന്താ കാണിക്കണേന്നൊക്കെ ചോദിച്ചു. പക്ഷെ രണ്ടുപേരും പിന്മാറാൻ ഒരുക്കുമായിരുന്നില്ല.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നിധി മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. നിധിയും പറയാൻ നോക്കി, ഒരു രക്ഷയില്ല. നിധി അകത്തേക്ക് കയറിപ്പോയിട്ട് സ്റ്റീൽ പാത്രം എടുത്തുകൊണ്ട് ഒറ്റയേറായിരുന്നു നിലത്തിനിട്ട്. പെട്ടെന്ന് രണ്ടുപേരും കൂടെ ഞെട്ടി മാറി. നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ? നാണമുണ്ടോ? പോത്ത് പോലെ വളർന്നല്ലോ. ഇങ്ങനെയാണ് ഞാനിവിടെ നിൽക്കണോ വേണ്ടത് ഞാനൊന്ന് ആലോചിച്ചിട്ടുള്ളൂ, മനുഷ്യൻ ഇവിടെ സമാധാനം കളയാനായിട്ട് എന്ന് പറഞ്ഞ് നിധി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. രണ്ടുപേരും പരസ്പരം നോക്കി. ആ സമയത്ത് സുഭാഷ് ചോദിച്ചു, എന്താടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കിയത്? അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ദേ ഇവനാണ് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ദേ സുഭാഷ് ഏട്ടാ അല്ല, ഇവന്റെ കയ്യിൽ രൂപണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇപ്പൊ നിധി അങ്ങോട്ട് കയറി പോയതല്ലേ ഉള്ളൂ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് കൈ കോപ്പുവാണ്, ദൈവത്തെ ഓർത്ത് രണ്ടുപേരും ഒന്നും വഴക്കുണ്ടാക്കാതിരിക്കുക. ആ നിധിയേച്ചി ഇവിടെ എങ്ങനെയല്ലോ ഒന്ന് നിന്നോട്ടെ, അതെന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കരുത് എന്നും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് നികേഷ് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സുഭാഷ് രാവിലെ എഴുന്നേറ്റ് അടുക്കള ജോലികളൊക്കെ ചെയ്യണം. ആ സമയത്ത് ഹരീഷ് എഴുന്നേറ്റ് വന്ന് മുറ്റമൊക്കെ അടിച്ചു. സുധീഷ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കൊളുത്തണം. ആ സമയം നോക്കി നിധി എങ്ങാനും വരുന്നുണ്ടോന്ന്. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് ഭസ്മമൊക്കെ എടുത്ത് നെറ്റി തൂത്ത് നിൽക്കുന്ന സമയത്താണ് നിധി കഥവ് തുറന്നങ്ങോട്ട് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടത്. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, അതെ രാവിലെ ഞാൻ എഴുന്നേറ്റ് അതെ മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ്ടേ വിളക്കും കൊളുത്തിയിട്ടുണ്ടെന്ന് പറയണം കുളിയെല്ലാം കഴിഞ്ഞ്. അത് കേട്ടപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹരീഷ് പറഞ്ഞു, വെറുതെ പറയുന്ന, അതെ മുറ്റമൊക്കെ അടിച്ചു വാരി ഞാനാന്ന് പറഞ്ഞു. അതിന് നിധി മറുപടി ഒന്നും പറഞ്ഞില്ല. നിധി എന്ത് ചെയ്തു, നേരെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം സുധീഷ് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, കാരണം ഞാനോർത്ത് എന്നോട് മാത്രം അവൾക്ക് ദേഷ്യമാണെന്ന്. ഇപ്പൊ മനസ്സിലായി നിന്നോടും മിണ്ടത്തില്ലാന്ന്. എന്നോട് മാത്രമല്ല നിന്നോടും മിണ്ടത്തില്ല. നിന്നോട് സംസാരിച്ചായിരുന്നെങ്കിൽ എനിക്ക് ടെൻഷൻ ആയേനെന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും കൂടെ, രാവിലെ തന്നെ തുടങ്ങല്ലെന്ന് പറഞ്ഞു. നിധി ബാത്റൂമിന്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു കയറി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് എന്തോ ഛർദ്ദിക്കാൻ വന്ന പോലെ മറ്റുള്ളൊരു പോക്കം കൂടെ പോവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നികേഷ് ചോദിച്ചു, അല്ല എന്ത് പറ്റി നിധിയടുത്ത് പെട്ടെന്നൊന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയത്. അപ്പോഴാണ് സുഭാഷ് ആ കാര്യം ഓർക്കുന്നത്. അയ്യോ അച്ഛൻ ബാത്റൂമിൽ പോയായിരുന്നു. അച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞ, അച്ഛൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ പോയി ബാത്റൂം ക്ലീൻ ആണോ നോക്കി പോലില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷിന് ഭയങ്കര ദേഷ്യം, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരനോട് ചോദിച്ചു, ഇത്രയും പോത്തുപോലെ വളർന്നിട്ട് ഈ ബാത്റൂം എങ്ങനെ യൂസ് ചെയ്യുന്ന അറിയത്തില്ലേ? ബാത്റൂമിൽ പോയാൽ നേരെ ചൊവ്വേ വെള്ളം ഒഴിക്കാൻ അറിയത്തില്ലേ? അതുപോലെ തന്നെ കാലൊക്കെ കഴിയിട്ട് വീടിനകത്തേക്ക് കയറണം എന്നറിയില്ലേ? അത് മാത്രമാണോ വീട് വലിച്ചിടില്ലെന്നൊക്കെ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, നീ കൂടുതലും ചൂടാവണ്ട, അതെ എനിക്കറിയാം നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞാനല്ലേ, നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ പഠിപ്പിക്കണ്ട പോലും, ഇത്ര ആയിട്ട് ഒന്നും അറിയത്തില്ല, എല്ലാം പറഞ്ഞു തരണം, വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെന്നുള്ള ചിന്തയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നിധി അങ്ങോട്ട് വന്നിട്ട് സുധീഷിനെ ചീത്ത പറയണം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ നിമ്മാതിരി വർത്താനം പറഞ്ഞിട്ട് ഇവിടെ നിന്നേക്കല്ല, ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് വഴക്കടിക്കാൻ ഇരുന്നുകൂടെ? എപ്പോൾ നോക്കിയാലും വഴക്ക് ഇത് തന്നെയുള്ളൂ. ദേ ഇങ്ങനെയാണ് ഞാൻ ഈ വീട് വിട്ടു ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല. അല്ല അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, അച്ഛൻ ബാത്റൂം ശരിക്കും ഉപയോഗിക്കണം ഞാൻ പറഞ്ഞുള്ളൂ. അതിങ്ങനെയാണ് സംസാരിക്കുന്നത്, മര്യാദയ്ക്ക് നിനക്ക് പറയാൻ അറിഞ്ഞൂടെ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മനുഷ്യനെ കടിച്ചു തിന്നാൻ തുടങ്ങുന്ന ഒരു ഭാവവും കാര്യങ്ങളൊക്കെയാ. ഇങ്ങനല്ല, അതൊക്കെ ഒരു മയത്തി വേണം സംസാരിക്കാനായിട്ട്, അതൊന്നും അറിയത്തില്ല. അതെങ്ങനെയാ എപ്പോൾ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കലേ ഉള്ളൂ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, പോട്ടെ മോളെ അത് വിട്ട് കളയാൻ പറഞ്ഞു. ഇതേ സുഭാഷ് ഏട്ടാ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് അറിയാലോ. കുഞ്ഞിലെ നാളിലെ മുതൽ ഇവര് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തി വിടുവായിരുന്നെങ്കിൽ അവര് നേരവണ്ണം ആയാനും. അതെങ്ങനെയാ സുഭാഷ് ഏണൊന്നും കഴിയില്ല. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ, എന്തേലും ചെറിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയായി നിലത്ത് കിടന്ന് ഉരുളിച്ചായി. ഇനി ഇങ്ങനെ എന്തേലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ ഈ വീട് വിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് അവസാനം വാക്കുന്നോണം പറഞ്ഞു. ഒടുവില് ഹരീഷ് അങ്ങോട്ട് കയറിപ്പോയി, സുധീഷും കയറിപ്പോയി. ആ സമയം നിധി ഭാസ്കരനെ നോക്കണം. ദൈവം ഇവളെന്തിനാ തന്നെ നോക്കുന്നേ, ഇനി ഇവിടെ നിന്നാ തനിക്കിട്ടും പണി കിട്ടും എന്നോർത്തിന് പെട്ടെന്ന് ഭാസ്കരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതേ നിധി അടുത്തി ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ വീട് വിട്ടു പോകുന്ന കാര്യം മാത്രം പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ, പോകാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പക്ഷെങ്കിലേ അങ്ങനെ എന്തേലും ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിൽ അവരവരുടെ വഴക്ക് നിർത്തുവോ? ഇല്ല, അവരൊന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു വീണ്ടും അടി വെച്ചോണ്ടിരിക്കും. വെറുതെ എന്തിനാ? അത് കേട്ടപ്പോ സുഭാഷിന് ഒരു സമാധാനമായി. സത്യമാണല്ലോ അല്ലേ? അതേന്നേ, അല്ലാതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞൊന്നും അല്ലെന്നേ.
എനിക്കറിയാലോ, നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നികേഷിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.